നമസ്കാരം, വാർത്താവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എബിഷ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ ഡിസംബർ 21 മുതൽ ജനുവരി 1 വരെ LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. CSE ദക്ഷിണ കേരള മഹായിടവകയും ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആർട്സും ചേർന്ന് ക്രിസ്മസ് ഫെസ്റ്റ് 2025 LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. വിവിധ ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും കേരള ടൂറിസം വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റ് നടന്നത്. ഡിസംബർ 21 മുതൽ ജനുവരി 1 വരെ പാളയം LMS കോമ്പൗണ്ടിൽ വെച്ച് വിപുലമായ പരിപാടികളാണ് നടന്നത്. മെഗാ ദീപാലങ്കാരം, 120 അടി ഉയരമുള്ള ക്രിസ്മസ് ട്രീ, 1000-ൽ പരം വിവിധ ഇന പക്ഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബേർഡ്സ് ഗാർഡൻ, അമ്യൂസ്മെന്റ് പാർക്ക്, വ്യത്യസ്തങ്ങളായ ഫുഡ് കോർട്ടുകൾ, വിവിധ സ്റ്റാളുകൾ എന്നിവ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം ഫെസ്റ്റ് 2025 സന്ദർശിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ട്രിവാൻഡ്രം ഫെസ്റ്റ് 2025 ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഡിസംബർ 29 തിരുവനന്തപുരം സന്ദർശിച്ചു. തുടർന്ന് സ്നേഹസംഗമം ഉദ്ഘാടനം നിർവഹിച്ചു. CSE ദക്ഷിണ കേരള മഹായിടവക, ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആർട്സ്, കേരള ടൂറിസം വകുപ്പ്, വിവിധ സാമൂഹിക സാംസ്കാരിക ആത്മീയ സംഘടനകൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്രിസ്മസ് പീസ് കാർണിവൽ ഇത്തവണ ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി സമൂഹ മനസ്സോടും മതസൗഹാർദ്ദത്തോടും കൂടി എല്ലാവരും ഒത്തുചേരണമെന്ന് വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരത്തെ LMS കോമ്പൗണ്ടിൽ ഡിസംബർ 29 ക്രിസ്മസ് ആഘോഷങ്ങളോടും പുതുവത്സര ആഘോഷങ്ങളോടും അനുബന്ധിച്ച് നടന്ന ദ ട്രിവാൻഡ്രം ഫെസ്റ്റ് 2025 എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ ഒരുമിച്ച് മതപരമായ ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും വികസനത്തിന്റെയും യഥാർത്ഥ ചൈതന്യം കാണാൻ കഴിയുന്നതെന്ന് വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സമ്മേളനത്തിൽ സ്നേഹ സന്ദേശം നൽകി. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് J. നെറ്റോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ VV രാജേഷ്, ബിലീവേഴ്സ് ഈസ്റ്റ് ചർച്ച് മെത്രോപൊലീത്ത സാമുവൽ മാർ തെയിലോഫിലോസ്, കൊല്ലം കൊട്ടാരക്കര ബിഷപ്പ് റൈറ്റ് റവറൻ ജോസ് ജോർജ്, ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി ഗുരുരത്നം ജ്ഞാനതപസ്വി, പാളയം ഇമാം VP സുഹൈബ് മൗലവി, CSE ദക്ഷിണ കേരള മഹായിടവക വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ, മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ, മഹായിടവക ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, പാസ്റ്റൽ ബോർഡ് സെക്രട്ടറി റവറൻ ഡോക്ടർ J. ജയരാജ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നൂവ് 2025 ബാലജന യുവജന കലാമത്സരം 2026 ജനുവരി 2-3 തീയതികളിൽ നടന്നു. CSE ദക്ഷിണ കേരള മഹായിടവകയുടെ ബോർഡ് ഫോർ യൂത്ത് വർക്കിന്റെ ബാലജന യുവജന കലാമത്സരം അന്നൂവ് 2025 എന്ന പേരിൽ ജനുവരി 2-3 തീയതികളിൽ രാവിലെ 7:30 മുതൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്നു. അന്നൂവ് 2025 ഉദ്ഘാടനം മഹായിടവക വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെൻ നിർവഹിച്ചു. മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ, ബിഷപ്പ് സെക്രട്ടറി റവറൻ റിജു താപസ്, മഹായിടവക യൂത്ത് കോർഡിനേറ്റർ റവറൻ അനൂപ് A. ജോസഫ്, യൂത്ത് സെക്രട്ടറി വിജീഷ് കുറുവാട് തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു. LMS കോമ്പൗണ്ടിൽ 8 സ്റ്റേജുകളിലായിട്ടാണ് വിവിധ മത്സരങ്ങൾ അരങ്ങേറിയത്. വിവിധ ഏരിയകൾ പ്രതിനിധീകരിച്ച് നിരവധി മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കലാമത്സരങ്ങൾ ജനുവരി 2-ാം തീയതിയും രചനാ മത്സരങ്ങൾ ജനുവരി 3-ാം തീയതി രാവിലെ 7:30-നുമാണ് LMS കോമ്പൗണ്ടിൽ വെച്ച് നടന്നത്. പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 2026 വർഷത്തെ സഭാതല സംഘടനകളുടെ തിരഞ്ഞെടുപ്പ് 2026 ജനുവരി 11 നടക്കും. CSE ദക്ഷിണ കേരള മഹായിടവകയിലെ സഭകളിൽ നടന്നുവരുന്ന സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സ്ത്രീജന സഖ്യം തുടങ്ങിയ വിവിധ സംഘടനകളുടെ സഭാതല തിരഞ്ഞെടുപ്പ് 2026 ജനുവരി 11 നടക്കും. ഇതിലേക്കായി ഇടവക സൺഡേ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട ദിവസം ജനുവരി 4 വൈകുന്നേരം 5 മണിക്ക് മുൻപാണ്. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ജനുവരി 11 രാവിലെ 10:30-നാണ്. യുവജന സംഘടനയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ട ദിവസം ജനുവരി 4-ഉം തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ദിവസം ജനുവരി 11 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപാണ്. ബോർഡ് ഫോർ യൂത്ത് വർക്കിന്റെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസം തന്നെ ഒരു കോപ്പി ഡിസ്ട്രിക്ട് ചെയർമാനെ ഏൽപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ഫലവും റിപ്പോർട്ടും 2026 ജനുവരി 11 വൈകുന്നേരം 3 മണിക്ക് മുൻപ് ഡിസ്ട്രിക്ട് ചെയർമാനെ ഏൽപ്പിക്കേണ്ടതാണ്. സ്ത്രീജന സംഘടനയുടെ ഫൈനൽ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം യഥാക്രമം ജനുവരി 4-ഉം തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ദിവസം 2026 ജനുവരി 11 രാവിലെ 11 മണിക്കും ആണെന്ന് മഹായിടവക അറിയിക്കുന്നു. മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മലയാളി പുരോഹിതനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായവർക്ക് ജാമ്യം ലഭിച്ചു. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് മഹാരാഷ്ട്രയിൽ മലയാളി വൈദികനെയും ഭാര്യയെയും ഡിസംബർ 30-ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം അമരവിള സ്വദേശിയും നാഗ്പൂർ മിഷനിലെ CSI വൈദികരുമായ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്.
നാഗ്പൂരിലെ ഷിങ്കോഡിയിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ മലയാളി പുരോഹിതനും ഭാര്യയും ഉൾപ്പെടെ 12 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ക്രിസ്മസ് പ്രാർത്ഥനാ യോഗം നടന്ന വീടിന്റെ ഉടമസ്ഥനും ഭാര്യയ്ക്കുമെതിരെയും അറസ്റ്റിലായ പുരോഹിതനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ 4 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തുടർന്ന് സംഭവത്തിൽ CSI ബിഷപ്പ് കൗൺസിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു. സംഭവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും സർക്കാർ ഇതിൽ നിന്ന് പിന്മാറണമെന്നും CSI ബിഷപ്പ് കൗൺസിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് ഡിസംബർ 31-ന് ജാമ്യം ലഭിക്കുകയും 12 പേരെയും പോലീസ് വിട്ടയക്കുകയും ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.